ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ഭദ്രാസനത്തിലെ Mgocsm കുട്ടികളുടെയും യൂത്ത് ലീഗ് അംഗങ്ങളുടെയും സംയുക്തമായ 2 ദിനത്തേക്കുള്ള വാർഷികമായ കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഹോസ്റ്റ് ഇടവകയായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോളാർ ഭോപ്പാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷയവും ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന വിഷയമാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തോട് രൂപാന്തരപ്പെടുവീൻ എന്നുള്ള ആശയമാണ് വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ ഒരുപാട് സാമൂഹികമായ തിന്മകളുണ്ട്. തിന്മകൾക്ക് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. മറിച്ച് ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് അതിന് അനുരൂപപ്പെടാതെ, അതിനെ കൺഫോംഡ് ചെയ്യാതെ, ലൗകികമായ പാതകളെ വിട്ടൊഴിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. രൂപാന്തരം എന്ന് പറയുമ്പോൾ 4 വാക്ക് പിതാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്: ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ലേഷൻ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 പടികളാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. ദൈവസന്നിധിയിലേക്കുള്ള കടന്നുവരവാണ് ട്രാൻസ്ഫർ. ദൈവസന്നിധിയിലേക്ക് വരുന്ന ആള് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവസന്നിധിയിൽ ട്രാൻസ്ഫോമിന് വിധേയമാകുന്ന യാതൊരു സംശയവുമില്ല. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷന്റെ അനുഭവം ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ലേഷൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ലൗകികമായ തിന്മകളെ പ്രത്യേകം മനസ്സിലാക്കി ആ തിന്മകളോട് എതിർത്ത് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ഈ വർഷത്തെ കോൺഫറൻസ് ഉതകട്ടെ, മുഖാന്തരമാകട്ടെ. ഈ വർഷം പ്രത്യേകമായി എനിക്കൊരു സന്തോഷമുള്ളത്, ഈ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുവാൻ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ യൂഹാനോന്മാർ മിലിത്യോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിലെ ഒരു സീനിയർ മെത്രാപ്പൊലീത്തയാണ്, മഹാപണ്ഡിതനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഗാഹമായ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആനുകാലികമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ അതീവ ബുദ്ധിമാനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും യുവജനങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനും എല്ലാ രീതിയിലും ഈ വർഷത്തെ ഈ സമ്മേളനം മുഖാന്തരമാകട്ടെ. എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അതിന് എനിക്കുള്ള ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് രൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. മറിച്ച് ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് അതിന് അനുരൂപപ്പെടാതെ, അതിനെ കൺഫോംഡ് ചെയ്യാതെ, ലൗകികമായ പാതകളെ വിട്ടൊഴിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. രൂപാന്തരം എന്ന് പറയുമ്പോൾ 4 വാക്ക് പിതാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്: ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ലേഷൻ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 പടികളാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. ദൈവസന്നിധിയിലേക്കുള്ള കടന്നുവരവാണ് ട്രാൻസ്ഫർ. ദൈവസന്നിധിയിലേക്ക് വരുന്ന ആള് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവസന്നിധിയിൽ ട്രാൻസ്ഫോമിന് വിധേയമാകുന്ന യാതൊരു സംശയവുമില്ല. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷന്റെ അനുഭവം ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ലേഷൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ലൗകികമായ തിന്മകളെ പ്രത്യേകം മനസ്സിലാക്കി
ആ തിന്മകളോട് എതിർത്ത് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ഈ വർഷത്തെ കോൺഫറൻസ് ഉതകട്ടെ, മുഖാന്തരമാകട്ടെ. ഈ വർഷം പ്രത്യേകമായി എനിക്കൊരു സന്തോഷമുള്ളത്, ഈ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുവാൻ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ യൂഹാനോന്മാർ മിലിത്യോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിലെ ഒരു സീനിയർ മെത്രാപ്പൊലീത്തയാണ്, മഹാപണ്ഡിതനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഗാഹമായ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആനുകാലികമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ അതീവ ബുദ്ധിമാനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും യുവജനങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനും എല്ലാ രീതിയിലും ഈ വർഷത്തെ ഈ സമ്മേളനം മുഖാന്തരമാകട്ടെ. എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അതിന് എനിക്കുള്ള ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിലും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ഭദ്രാസനത്തിലെ Mgocsm കുട്ടികളുടെയും യൂത്ത് ലീഗ് അംഗങ്ങളുടെയും സംയുക്തമായ 2 ദിനത്തേക്കുള്ള വാർഷികമായ കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഹോസ്റ്റ് ഇടവകയായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോളാർ ഭോപ്പാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷയവും ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന വിഷയമാണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തോട് രൂപാന്തരപ്പെടുവീൻ എന്നുള്ള ആശയമാണ് വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ ഒരുപാട് സാമൂഹികമായ തിന്മകളുണ്ട്. തിന്മകൾക്ക് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. മറിച്ച് ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് അതിന് അനുരൂപപ്പെടാതെ, അതിനെ കൺഫോംഡ് ചെയ്യാതെ, ലൗകികമായ പാതകളെ വിട്ടൊഴിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. രൂപാന്തര ട്രാൻസ്ലേഷൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ലൗകികമായ തിന്മകളെ പ്രത്യേകം മനസ്സിലാക്കി ആ തിന്മകളോട് എതിർത്ത് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ഈ വർഷത്തെ കോൺഫറൻസ് ഉതകട്ടെ, മുഖാന്തരമാകട്ടെ. ഈ വർഷം പ്രത്യേകമായി എനിക്കൊരു സന്തോഷമുള്ളത്, ഈ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുവാൻ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ യൂഹാനോന്മാർ മിലിത്യോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിലെ ഒരു സീനിയർ മെത്രാപ്പൊലീത്തയാണ്, മഹാപണ്ഡിതനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഗാഹമായ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആനുകാലികമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ അതീവ ബുദ്ധിമാനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും യുവജനങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനും എല്ലാ രീതിയിലും ഈ വർഷത്തെ ഈ സമ്മേളനം മുഖാന്തരമാകട്ടെ. എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അതിന് എനിക്കുള്ള ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും
ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിനും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ഭദ്രാസനത്തിലെ Mgocsm കുട്ടികളുടെയും യൂത്ത് ലീഗ് അംഗങ്ങളുടെയും സംയുക്തമായ 2 ദിനത്തേക്കുള്ള വാർഷികമായ കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഹോസ്റ്റ് ഇടവകയായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോളാർ ഭോപ്പാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷയവും ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന വിഷയമാണെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തോട് രൂപാന്തരപ്പെടുവീൻ എന്നുള്ള ആശയമാണ് വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ ഒരുപാട് സാമൂഹികമായ തിന്മകളുണ്ട്. തിന്മകൾക്ക് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. മറിച്ച് ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് അതിന് അനുരൂപപ്പെടാതെ അതിനെ കൺഫോംഡ് ചെയ്യാതെ ലൗകികമായ പാതകളെ വിട്ടൊഴിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. രൂപാന്തരം എന്ന് പറയുമ്പോൾ 4 വാക്ക് പിതാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ലേഷൻ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 പടികളാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. ദൈവസന്നിധിയിലേക്കുള്ള കടന്നുവരവാണ് ട്രാൻസ്ഫർ. ദൈവസന്നിധിയിലേക്ക് വരുന്ന ആള് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവസന്നിധിയിൽ ട്രാൻസ്ഫോമിന് വിധേയമാകുന്ന യാതൊരു സംശയവുമില്ല. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷന്റെ അനുഭവം ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ലേഷൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ലൗകികമായ തിന്മകളെ പ്രത്യേകം മനസ്സിലാക്കി ആ തിന്മകളോട് എതിർത്ത് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ഈ വർഷത്തെ കോൺഫറൻസ് ഉതകട്ടെ, മുഖാന്തരമാകട്ടെ. ഈ വർഷം പ്രത്യേകമായി എനിക്കൊരു സന്തോഷമുള്ളത് ഈ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുവാൻ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ യൂഹാനോന്മാർ മിലിറ്റോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിലെ ഒരു സീനിയർ മെത്രാപ്പൊലീത്തയാണ്, മഹാപണ്ഡിതനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഗാഹമായ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആനുകാലികമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ അതീവ ബുദ്ധിമാനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും യുവജനങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനും എല്ലാ രീതിയിലും ഈ വർഷത്തെ ഈ സമ്മേളനം മുഖാന്തരമാകട്ടെ. എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നത് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അതിന് എനിക്കുള്ള ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിനും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ഭദ്രാസനത്തിലെ Mgocsm കുട്ടികളുടെയും യൂത്ത് ലീഗ് അംഗങ്ങളുടെയും സംയുക്തമായ 2 ദിനത്തേക്കുള്ള വാർഷികമായ കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഹോസ്റ്റ് ഇടവകയായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോളാർ ഭോപ്പാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷയവും ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന വിഷയമാണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തോട് രൂപാന്തരപ്പെടുവീൻ എന്നുള്ള ആശയമാണ് വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ ഒരുപാട് സാമൂഹികമായ തിന്മകളുണ്ട്. തിന്മകൾക്ക് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. മറിച്ച് ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒഴിഞ്ഞ് അതിന് അനുരൂപപ്പെടാതെ, അതിനെ കൺഫോംഡ് ചെയ്യാതെ, ലൗകികമായ പാതകളെ വിട്ടൊഴിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. രൂപാന്തരം എന്ന് പറയുമ്പോൾ 4 വാക്ക് പിതാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്: ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ലേഷൻ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 പടികളാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത്. ദൈവസന്നിധിയിലേക്കുള്ള കടന്നുവരവാണ് ട്രാൻസ്ഫർ. ദൈവസന്നിധിയിലേക്ക് വരുന്ന ആള് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവസന്നിധിയിൽ ട്രാൻസ്ഫോമിന് വിധേയമാകുന്ന യാതൊരു സംശയവുമില്ല. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷന്റെ അനുഭവം ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ലേഷൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ലൗകികമായ തിന്മകളെ പ്രത്യേകം മനസ്സിലാക്കി ആ തിന്മകളോട് എതിർത്ത് ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ഈ വർഷത്തെ കോൺഫറൻസ് ഉതകട്ടെ, മുഖാന്തരമാകട്ടെ. ഈ വർഷം പ്രത്യേകമായി എനിക്കൊരു സന്തോഷമുള്ളത്, ഈ വിഷയം ആഴത്തിൽ പഠിപ്പിക്കുവാൻ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്ദനായ യൂഹാനോന്മാർ മിലിത്യോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിലെ ഒരു സീനിയർ മെത്രാപ്പൊലീത്തയാണ്, മഹാപണ്ഡിതനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഗാഹമായ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആനുകാലികമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ അതീവ ബുദ്ധിമാനാണ്. മാത്രവുമല്ല, അദ്ദേഹം ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും യുവജനങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് തിരിയുവാനും എല്ലാ രീതിയിലും ഈ വർഷത്തെ ഈ സമ്മേളനം മുഖാന്തരമാകട്ടെ. എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അതിന് എനിക്കുള്ള ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിനും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ഭദ്രാസനത്തിലെ Mgocsm കുട്ടികളുടെയും യൂത്ത് ലീഗ് അംഗങ്ങളുടെയും സംയുക്തമായ 2 ദിനത്തേക്കുള്ള വാർഷികമായ കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ ഹോസ്റ്റ് ഇടവകയായി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കോളാർ ഭോപ്പാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ വിഷയവും ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന വിഷയമാണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ലോകത്തിന് അനുരൂപമാകാതെ
world cannot be that bad a place. Because God created it, and because God became human and lived in this world. And therefore it is not a bad place. But there are bad things, not so good things. I have a small 4-inch long stuff with me. What is this called? No? No, not iPhone. No. This is called a mobile phone, right? That's the basic name of it. Now, let's digest those two words, mobile and phone. What is meant by mobile? Something that is moving, right? Am I right? Chalte? Okay. And then it is phone. What is meant by phone? Sound, right? It's a Greek word, phono, which means sound. And then we have two words. One is mobile, then the other is phone. So you sound when you are on the move, right? Am I right? Is that when you use the phone? No, the transit department or the road transport association or whatever they say you can't use it when you are on the move. No? When you drive a car, when you are on the bike, you can't use it. But still you say it is mobile phone. But what do you use it most? What do you use that phone most? Right? Is it in the name of that phone? No. And then some people, maybe people, young people back in Kerala, they sit beside girls and take pictures, morph the picture and send it to their friends, and they send it to their friends, and they send it to their friends. It becomes viral. What happens? Someone's name and image are tarnished. Is that purpose in the name of the phone? Is that purpose in the name of the phone? No. See, this is what happens. The world was created by God, and God became human and lived in this world. But at the same time, the purpose to which God created it was distorted by someone. Okay, let us look at the garden which was created by God in the beginning. The പ്രത്യേകത എന്താണെന്നറിയോ? വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സും അങ്ങനെയായി. You can stretch it and it goes back when you leave it. Right? And that's how you are. Not you, those people in Kerala, particularly in Palai. That's where you have most rubber plantation. Anyway, so there is something called kanyira. It's so bitter, a fruit. But it looks like apple. Exactly like apple. It's very good medicine, but you can't eat it. When you process it to make a medicine out of it, of course, it cures several of the ailments. But you can't eat as if it is an apple. This is the kind of nature we have. God created each according to its kind. That's what the Bible says. Each according to its kind. Each will have its own purpose. Is there any twins in this group? Any twin? No. No. Everybody is unique. Even those twins will have some identifying mark or feature or character which will stand out from the other one. Each will have its own
identity and its own purpose. No, there are Malayali parents who say, why can't you become like that Sally on the other house? Have you heard that? I know. We are all Malayalis. Our parents are especially Malayalis. We can't become. We are uniquely created by God, each according to its kind. Each, not many. It's not a plural thing. It's a singular thing. And therefore, each will have its own purpose. This particular fruit in the middle of the Garden of Eden had a different purpose. But these people thought it's also edible. It's also edible. That's what happened. Using a material which is for a particular purpose was misused by human. That's what happens with this mobile phone. It's not God's fault, rather it's the fault of the one who use it. Make use of it. This is the issue. So when we say not become one in the world, you don't mean that you have to go away from the world. You have to be in this world because God brought you into this world. Right? Are you sure? God brought you into this world. Right? Yes, and therefore you cannot abandon this world. No, that is probably the first lesson. There are a lot of issues in this world. Some of you want to become someone, engineer, doctor, or IAS, or whatever it is. And then you could not make it. And there are people who tie a knot to a rope and do the like. You can't do that. You can't run away from realities in this life. Rather, you have to be in this world. And when you are in this world, now we said, we settled on one thing, that each is according to its own kind. How do you know that? How do you know that this particular thing is for this particular purpose? How do you know? Any clue? You see for the first time something which you haven't seen in your life, whole life. But at the same time, you want to know it. How many of you are married? Not many, right? No. When you marry a boy or a girl, of course, many of you may have known them for some time because the hair is so beautiful, the nose is so nice, the eyes are so pretty, the face is covered with 2-3 coating of paint and stuff like that. It's so nice to see. No, that is the premarital status. Once you get married, then you have the hard realities. But still, at the same time, the Achan who married you said, you are stuck. It's for life, whether you like it or not. Right? What will you do? Now, this is where the incarnation. What is that? Now, what is that? I heard the word, but what the heck is that? Avadara?
Yeah, of course, Manushya Yes, incarnation. Karna means body. In the body. Okay. God became human, and that is what is called incarnation. It becomes a model and symbol in the life of married people. You try that person. How do you try that person? That feel it,